പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനം. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. ജീവിതത്തിലെ ചില വീഴ്ചകളെ തിരുത്തുവാൻ കർത്താവ് വെച്ച് നീട്ടുന്ന സമ്മാനങ്ങളാണ് അവിടുത്തെ ശിക്ഷണങ്ങൾ. ശിക്ഷണം സ്വീകരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ചിലപ്പോൾ നീറുന്ന അനുഭവങ്ങളാകാം, ഒറ്റപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളാകാം. എന്നാൽ ഈ വേദനാജനകമായ സന്ദർഭങ്ങളിൽ പ്രത്യാശയോടുകൂടെ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ഇപ്പോൾ കേട്ട ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. സ്വീകരിച്ച ശിക്ഷണങ്ങൾ കാലാന്തരത്തിൽ നമ്മുടെ തന്നെ നന്മയ്ക്കായി കർത്താവ് മാറ്റും. നമ്മൾ എപ്രകാരം കർത്താവിൻ്റെ ശിക്ഷണത്തോട് പ്രതികരിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. ക്ഷമയോടും വിശ്വാസത്തോടും കൂടെ കർത്താവിൻ്റെ ശിക്ഷണങ്ങളെ സ്വീകരിക്കുന്നവർക്ക് സ്വർഗം വെച്ച് നീട്ടുന്ന സമാധാനപൂർവകമായ നീതിയുടെ ഫലങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കും. ഈ ഫലങ്ങൾ സ്വീകരിക്കുവാൻ നമുക്കും കർത്താവിൻ്റെ മുമ്പിൽ തുറന്ന മനസ്സോടെ വ്യാപരിക്കാം. അവിടുന്ന് നമ്മളെയും തിരുത്തിയാലും ശിക്ഷിച്ചാലും അതിൻ്റെ എല്ലാം അവസാനം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമുക്കായി നീതിയുടെ ഫലങ്ങൾ കരുതി വച്ചിട്ടുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.